കൈയിട്. വെള്ളം ഉണ്ടാക്കരുത്. ഓരോരുത്തരായിട്ട്. ആലപ്പുറ വന്നല്ലോ. നിങ്ങൾ തൂക്കണമെങ്കിൽ തൂക്കി. തുപ്പതെന്ന് പടി നിർത്തി തൂക്കി. നീ ചുമ്മാ ആയിരിക്കല്ലമ്മ. നിന്റെ വട്ടി അല്ലല്ല. ആരുടെ വട്ടിയായാലെന്താ? നിങ്ങൾ പടി നിർത്തി തൂക്കി. ചോര നീരാക്കി കൊണ്ടുവരുന്ന കാശല്ലേ? നോക്കോളെ മതിയാ തൂക്കി. കിഴങ്ങി തൊട്ടുള്ള കളി വേണ്ട. ഇത് കെട്ടിയവന്റെ വകയായിരിക്കും. കെട്ടിയവൻ ചത്തിട്ട് കൊല്ലം എത്രയായി? എങ്ങനെ ചാവാതിരിക്കും? ഈ അലവലാതി പെമ്പറന്നൊരു വന്നാൽ തന്നെ കച്ചവടം നടക്കും. കായെടുക്കി. തലേഞ്ഞോട്ട് കാണിക്കും. ഇതെന്തൊരു മനുഷ്യരെ, ഒരു അരുട്ട് മാറി നിന്നൂടിയോ? പെണ്ണാ പറഞ്ഞോളൂ മരിച്ചിന് വാങ്ങിക്കണ്ടേ? എല്ലാരും നോക്കിക്കോളി. ഇനി ചെല്ലമ്മയ്ക്ക് ഞാൻ പക്ഷാഭേദം കാണിച്ചൊന്നും വേണ്ട. സുസൂക്ഷ്മം നോക്കിക്കോളി. പരാതിയും പറഞ്ഞോണ്ട് നടക്കരുത് കേട്ടാ. കടവത്തിന്ന് കവിഞ്ഞു ഒഴുകണു. ഇന്ന് കച്ചവടം കേമ ആവും. അയ്യോ, ഒരൊടിപ്പി പൊങ്ങണമില്ലല്ലോ. ചെല്ലമ്മ, ഇത് നീ എടുത്തോ. ഇതെന്തിനാണ്? കായിനും പറ്റുമല്ല, ഇത് നീ എടുത്തോ. ഓ, കായിനല്ലയോ? എന്നെനിക്ക് വേണ്ട. അതൊക്കെ പിന്നീട് ഞാൻ മുതലാക്കിക്കോളാം എന്റെ ചെല്ലമ്മ. ഓ, അത് ശരി. പിന്നീട് മുതലാക്കാനാണല്ലേ? അതങ്ങ് വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ചാ മതി. ഏത് പൊട്ടിക്കാണ് നിങ്ങളുടെയൊക്കെ ചക്കാത്ത്. ചെല്ലമ്മ, നിന്നെ ഞാൻ എടുത്തോളാം. കേരള എടുത്തങ്ങനെ കളിക്കാൻ പറ്റും വേണ്ട. എന്റെ ഭഗവതി, നീ തന്നെ തൊട. എന്തിനു വേണം? ഇവിടെ എല്ലാവർക്കും ഓരോ ദോശ. അയ്യോ, എനിക്ക് വേണ്ട. എന്റെ കാശില്ല. എനിക്കും വേണ്ട അല്ലമ്മ. ഞാൻ രാവിലെ കുറച്ച് പഴങ്ങഞ്ഞിയും മരച്ചിരിയും കൂടെ കലക്കും. ഓ, കാശൊക്കെ ഞാൻ കൊടുക്കാം. ഓണറേ, ദോശ വരട്ടെ. ചേഞ്ചിന്റെ 100 രൂപയ്ക്ക്. ആകപ്പാട് 1.5 പക്കാരിയുടെ കച്ചവടമാണ് എനിക്ക്. ചേഞ്ച് വാങ്ങാൻ കണ്ടൊരു സ്ഥലം. ചെല്ലമ്മയുടെ കയ്യിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. കണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ 100 ഉലുവായിരിക്കുന്ന കാര്യം. ഇത് എവിടെ നിന്ന് കൊത്തിത്തിറന്ന് എടുത്തത് കൊച്ചങ്ങത്തെ? എല്ലാരും കണ്ടല്ല. ഇനി ഇടിപ്പിത്തെറുകിക്കൊണ്ട് നടക്കി. എന്റെ ഭഗവാനെ, ഇവളെ കൊണ്ട് തോറ്റു. അമ്പലമുക്കിൽ റൗഡി ശല്യം. ഇതൊക്കെ എടുത്ത് വലിയ വെണ്ടയ്ക്ക് കൊടുക്കുന്നവന് വേണം പറയാൻ. ന്യൂസിനെ പറ്റി ഒരു വിവരവും ഇല്ല. ചുമ്മാ കേസാക്കണ്ട, വിട്ടുകള. പാവങ്ങൾ പിഴച്ചോട്ടെ. സ്ഥലത്തെ വലിയമ്പലത്തിൽ ഒരു പറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സംഘം ചേർന്നിരുന്ന് വഴിയെ പോകുന്ന സ്ത്രീകളെ കേട്ടോ. ഞാൻ പത്രം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ അണ്ണൻ ഏത് കാലത്ത് പത്രം നടത്തിയത്? എടാ തങ്കപ്പ, എന്റെ പത്രത്തിൽ എഴുതിയിട്ടല്ലേടാ നിന്നെ പിരിച്ചയച്ചത്. പത്രത്തിൽ എഴുതി.
ആ ചെറുക്കൻ ഇന്നുണ്ടല്ലോ പുറകില്. ഗോപിപ്പിള്ളല്ലേ ചുമ്മാ നടക്കട്ടെ എന്ന് അധികാരി ഇങ്ങനത്തെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം അവളുമാര് വാങ്ങിച്ചെടുത്തോളൂ. ആ ചെല്ലമ്മയുടെ നടപ്പുണ്ട്. അതിന് എന്നെ ഉപദ്രവിക്കുന്ന എന്തിനേ? നോക്ക് നോക്ക്, ഓന്ത് ചോര കുടിക്കുന്ന പോലെയല്ല വയസ്സുകാലത്തിന് നൂറ്റി വലിച്ചു കുടിക്കുന്നത്. ഇങ്ങോട്ട് വരി. ശരി സഹിക്കണില്ലല്ലേ? അയ്യോ മേശ്ശേരി, ഞങ്ങൾ അതിനൊന്നുമല്ല. ഏതിനൊന്നുമല്ല. സത്യമായിട്ട് മേശരി ഞങ്ങളെ ചിരിച്ച് ആണേ സത്യം ഒന്നും ഇടണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിനകത്ത് ഇരുന്നുകൊണ്ട് വഴിയെ പോകുന്ന പെമ്പിള്ളേരെ നോക്കി അതും ഇതും പറയാനൊക്കെ. ചേടാ, നിങ്ങളോ ചതയാണെങ്കിൽ വേല ചെയ്യൂല. അതുങ്ങളോട്ട് വേല ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുകയും. അമ്പലമുക്കിൽ റൗഡി ശല്യം, അധികാരികൾ ശ്രദ്ധിക്കണം. ആ അധികാരികൾ ശ്രദ്ധിക്കണം. അമ്പലമുക്കിൽ മാത്രമല്ല റൗഡി ശല്യം. ഇല്ല, ഞാൻ സഹിക്കില്ല. ഞാൻ ഇട്ടത് പർവ്വത്യാൽ നാനാവധ്യത്തിന് എട്ടത്തിൽ പിറന്ന മകനാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ അവൻ അടിച്ചിറക്കി വിടും. വേണം 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 വേണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇറക്കി വിടണോ? കാര്യം അവൾ എന്നെ അവമാനിച്ചു, അച്ഛനെ അവമാനിച്ചു, എന്നെ കാപ്പിക്കട നടയിൽ വെച്ച് മറ്റുള്ളവർ നോക്കി നിൽക്കെ അവമാനിച്ചു. അവൾ ആരെയും അവമാനിക്കും അവമാനിക്കും. അവൾ അല്ലെങ്കിൽ ഒരു നിഷേധിയാണ്. അവളെ അവിടെ അടിച്ചിറക്കണം. അതെ, അവള് നിഷേധി തന്നെ, സമ്മതിച്ചു. പക്ഷെ എവനുണ്ടല്ലോ നല്ലവനായ നിന്റെ മോൻ, അവൻ എന്തിനാ അവളുമായിട്ട് സംസാരിക്കാൻ പോവാ? അതല്ലെങ്കിൽ ഇവിടുത്തെ പതിവ് അങ്ങനെയാ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അതിനെതിരെ ചെയ്യൂ. ആ മോനെ ഞാനമ്മ, എവനുണ്ടല്ലോ നിന്റെ മോൻ, മോനല്ലായിരിക്കും. ആരോട് ചോദിച്ചോ? എവനുണ്ടല്ലോ ഈ ഗോപി, അവൻ എന്തിനാ അവളുടെ കൂടെ ഞൊണങ്ങ് പറിക്കാൻ പോകുന്നത്? അവനൊന്നും പറിക്കാൻ പോകുന്നില്ല. നീ വാടാ ഗോപി. കേശവ്, എന്തോ ഇവളെങ്ങനാ ചെല്ലമ്മ? അതിപ്പം ഞാനിപ്പം അവളുടെ ജാതി എന്തെങ്കിലും ജാതി മതം ഒന്നും താൻ നോക്കണ്ട. ശരിയുള്ള മുഖമാ, അവക്ക് എന്തോ ഉണ്ട്. ശരീരമോ നല്ല കരിങ്കൽ പ്രതിമ കുത്തി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്റെ മീശ എന്റെ മീശ ഇതാര് ചെല്ലമ്മേ? മുറുക്കി ചപ്പി നല്ല ജോറായിട്ടാണല്ലോ ഇരിപ്പ്. എന്ത് കുടിക്കല്ലേ? പക്ഷേ നമുക്കും കൂടെ സ്വപ്പം തരുമോ? അവൻ അവന്റെ പാട്ടിന് ഓർഡറിയോണേ. അല്ലേലും അവളൊരു മണ്ടിയാണക്കാ. ചുമ്മാ മിണ്ടാണ്ടിരുന്നാ പോരെ. ഇവനൊന്നും ചുമ്മാ വിടാൻ പാടില്ലാക്ക. അവന്റെ ഒരു ചോദ്യം കണ്ടില്ല. അയ്യോ, ഇതാരും മുതലാളിയോ? എങ്ങനെ ഇവിടെ വന്ന്? ആര് കാണിച്ചു തന്ന വീട്? അതൊക്കെ നമ്മൾ വരും ചെല്ലമ്മ. ചെല്ലമ്മ ഇന്നത് ചന്ത വരാത്ത് വള്ളിയൊക്കെ കണ്ടില്ലല്ലേ? ഞങ്ങൾക്ക് എല്ലാവരും ആപത്ത് പറ്റി മുതലാളി. ആ ദാ കണ്ടില്ലയോ? വരണേ, അകത്ത് വന്നിരിക്കണം. കേറിയിരിക്കണം മുതലാളി. നമ്മൾ വിചാരിച്ച് ചെല്ലമ്മയ്ക്ക് വല്ല സോക്കേടുമായിരിക്കുന്നു. എന്നാൽ ഈ നട്ടെറിയാന വെയിലത്ത് വന്നന മുതലാളി. എന്തിനു വേണം മുതലാളി കുടിപ്പാൻ? എന്തൊരു തരും. ചായ വാങ്ങിച്ചു തരട്ടെ? നമ്മക്കെന്തൊരു ചായ? കരുക്ക് വേണോ? ആർക്ക് വേണം കരുക്ക്? പിന്നെ എന്തിനു വേണം മുതലാളിക്ക്? ചെല്ലമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്തിനു വേണം? ഞാനിങ്ങനെ അറിയണത് എനിക്ക് യോലിച്ച് അറിയാമോ? എടാ കൊച്ചുരാമ, നീ എവിടെ പോണത്? അധികാരിയമ്മന്റെ വീട്ടിൽ. നീ പോയി ധൃതിയൊന്നുമില്ല കേട്ടാ, പതുക്കെ വന്നാ മതി. ആരെയെല്ലാം വായിച്ചെടുക്കാൻ? എന്റെ അനിയനെ പോലെയാ.
തന്നില്ലൊക്കെ അങ്ങ് ചത്തുപോയി. ആ ചെല്ലമ്മയ്ക്ക് ഒരു ആട്ടുംകുട്ടീനെ വേണം. പാടി മോളെ, നിനക്ക് നമ്മളെ ചെല്ലമ്മേനെ അറിയാവാ? എന്ത് വരെയാണ് ഇതിന്? വിലക്കാ? നമ്മൾ ചെല്ലമ്മയ്ക്ക് വിലക്ക് തരാണ്. അയ്യോ അത് ഒക്കില്ല, വില വാങ്ങിച്ചേ ഒക്കൂ. അതൊക്കെ നമ്മുടെ സൗകര്യമായിട്ട് വാങ്ങിച്ചോ. അയ്യോ അത് പറ്റില്ല. പക്ഷേ കൈയോടെ വരാനില്ല, 2-3 തവണയായിട്ട് തന്നേക്കാം. അല്ല വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ലേ. ചെല്ലമ്മ തീപ്പെട്ടി അധികം ഉണ്ടെങ്കിൽ ഓഹോ ശബ്ദിക്കരുത്, ഇവിടെ ഇപ്പൊ വരാം. ഇന്നടാ ചായ ചേട്ടാ കുടിക്കാൻ. എന്താടാ കൊച്ചുരാമ, ആ തുലുക്കം കുടിച്ചതിന്റെ ബാക്കി ആയതുകൊണ്ടാണാ കുടിക്കാത്തത്? എന്ത് ചെല്ലമാന്ന് ചന്തയിലങ്ങ് പോയില്ലേ? പോയി, നേരത്തെ അങ്ങ് പോന്നു. ആ അതാ നല്ലത്. ഏയ് ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ എന്ന്? ഇല്ലല്ലോ. ഇച്ചിരി ഉമിക്കരി തരുവോ? ഇവിടെ ഉമിക്കരി ഇല്ല. അതെന്താ? ചെല്ലമ്മ പല്ല് തേക്കത്തില്ലയോ? എന്തിനു വേണം അറിഞ്ഞിട്ട്? അല്ല, നല്ല ഒന്നാന്തരം മുല്ലമുട്ട് പോലിരിക്കുന്ന പല്ലുകൾ. വിഷമിക്കണ്ട, പോയി. ചെല്ലമ്മ എന്നെ അറിയോ? എനിക്കാരും അറിഞ്ഞൂടാ, അറിയുകയും വേണ്ട. എന്നാൽ ഞാൻ പോയേക്കാം. ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ല, സമ്മതിച്ചു. ഇച്ചിരി ഉമിക്കരി തന്നാൽ. ഉമിക്കരി ഇല്ലെന്നല്ലേ പറഞ്ഞത്? നീ ഉമിക്കരി ആ എഞ്ചിൻ ഓട്ടിക്കുന്ന ഡ്രൈവർക്ക് കൊണ്ടുകൊടു. ഏതരപ്പായാണത്? ഞാനാ ചെല്ലമ്മ. ചെല്ലമ്മ അല്ല, ഇതാര്? കൊച്ചങ്ങത്തിയോ? എന്താണ് കൊച്ചങ്ങത്തെ ചുമ്മാതെ എറിഞ്ഞു വാട്ടി കളയണത്? ഇങ്ങോട്ട് കയറി വരണം. ഞാൻ വരട്ടെ? വരണമേ. ഇങ്ങനെ പേടിച്ചാലോ? ഇരിക്കേ. പിന്നെ എന്തിനു കൊച്ചങ്ങത്തെ വിശേഷിച്ച്? ചെല്ലമ്മ, ആ ചെല്ലമ്മ എന്നെ ഒന്ന് സഹായിക്കണം. ഓഹോ, എനിക്ക് ചെല്ലമ്മ എന്ത് ഇഷ്ടമാണെന്ന് എന്നെ ചെല്ലമ്മയ്ക്കോ? ചെല്ലമ്മ, ആ കയ്യൊന്നും ഇങ്ങോട്ട് നീട്ടി ചെല്ലമ്മ. ഞാൻ അതിൽ പിടിച്ചൊന്ന് കര കയറട്ടെ. ആഹാ, അത്രയേ ഉള്ള. കൈ
കരക്കരിക്കുള്ളൂ. അത് പോരാ ചെല്ലമ്മ. പിന്നെ എന്തിനു വേണം കൊച്ചങ്ങത്തേക്ക്? ഉള്ള കാര്യങ്ങൾ വിട്ട് പറയേ. ചെല്ലമ്മ, എനിക്ക് അച്ചിയാക്കണ അതൊക്കെ പഴഞ്ഞതല്ലേ ചെല്ലമ്മ. പിന്നെ ഗാന്ധർവം. അയ്യോ, അതെന്തൊരു കുന്തം. കളിയാക്കാതെ ചെല്ലമ്മ, ചെല്ലമ്മയ്ക്ക് അറിയാം. ഓ അത് പക്ഷേ അച്ഛന്റെ കൂടെ പറഞ്ഞ ഇക്കാര്യം? അയ്യോ, അച്ഛനറിയണ്ട. ചതിക്കില്ല ചെല്ലമ്മ. കൊച്ചങ്ങത്തേക്ക് ഭാഗ്യമുണ്ട്. അച്ഛനതാ വരണല്ല. ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. അങ്ങത്തെ. അയ്യോ ചെല്ലമ്മ. ഓ അങ്ങത്തെ. ആ ഇങ്ങോട്ട് വരണം. ഓ ഒന്ന് കേറിയേച്ചു പോണം. വരണന്നേ. പിന്നെ എന്തെല്ലാം ചെല്ലമ്മ വിശേഷം? ചെല്ലമ്മയെ ഒന്ന് കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ച്. അയ്യോ, വീട് പൊളിച്ചു മാറ്റുന്ന കാര്യമോ മറ്റോ ആണോ? അത് ഞാൻ എന്നാ വിട്ടോ? എന്റെ മകൻ ഗോപി പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല. ഗോപി അങ്ങത്തെ എന്തിനു പറഞ്ഞ്? അവൻ ഒറ്റ പിടിയായി നിന്നില്ലേ? കാൽ നാഴികയ്ക്കകം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് അവന്റെ അമ്മയെ കൊണ്ടും പറയിച്ചു. ഞാൻ പറഞ്ഞു തലമ്പാ ഇറങ്ങി പോടാന്ന്. അങ്ങത്തെ ദയവ്. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. ചെല്ലമ്മ, ഇനി ചെല്ലമ്മ ചാന്തേ പോകണ്ട. അയ്യോ, ചന്തയ്ക്ക് പോകാതിരുന്ന അവനെ ഞാൻ എന്തിനു തിന്നും? വായി പൊട്ടണോ? ചെല്ലമ്മ, എന്തോ? ഞാൻ വിചാരിച്ച നിന്നെ പോലെ ഒരു 7-8 ചെലവിന് കൊടുത്ത് ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിച്ചു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെയോ? പക്ഷേ അങ്ങത്തേരെ വീട്ടിലെ അമ്മച്ചിയുടെ ഒരു വാക്ക് ചോദിക്കാതെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവക്കിതിലെന്തോന്നാ കാര്യം? ഞാനും ചെല്ലമ്മയും മാത്രം അറിഞ്ഞാൽ മതി. നീ അകത്തോട്ട് വാ. അയ്യോ, ഈ പട്ടാപ്പകല്ലോ. നീ അകത്തോട്ട് വാ. കൊച്ച കുഞ്ഞുങ്ങളെ പോലെ വാ. നീ അകത്തോട്ട് വാ. നീ അകത്ത് പാടില്ലമ്മ. പിടികിട്ടി. നിന്നെ ഞാൻ പല ദിവസം കൊണ്ട് പിടിക്കാൻ നടക്കാം. ഇന്ന് പിടിക്കും. നീ എന്തിനാണ് അവിടെ വന്നു? എന്തിനു വന്നു? മാസിക ചെല്ലമ്മ വീട്ടിലാണോ മാസിക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, പശുവിന്റെ വാഴ മുഴുവനെ തിന്നല്ലോ. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്നെ വാഴ കിടക്കുന്നത്. ദ്രോഹികള്, കാലമാടന്മാര്. അത്രക്കാലം എന്റെ പശുവിന്റെ കയർ നീ അറുത്തു വിട്ടു. ആ വാഴ ആരാ അങ്ങോട്ട് ആ വാഴ അങ്ങോട്ട് വെട്ടിക്കണം. ചട്ടി നമുക്ക് ഇട്ട് പുറത്ത് വേറെ വിളിച്ചും കൂടി തീരണം. എന്തിനാണ് നോക്കിക്കുന്നത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടിക്കണം. അവളെ പിടിച്ചു കെട്ടി ആർപ്പത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിട്ട് അടിച്ചു ഓടിക്കേ. കാണട്ടെ, അമ്മയുടെ മുലന് പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാൻ എന്നാ പിടിച്ചില്ലേ? വാ പിടിച്ചു. താൻ തന്റെ പാടിന് പോടും. തന്റെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്കാം.
എടോ മൂപ്പിന്നെ കൈമണി, ഈ പെണ്ണും പിള്ളേടുത്ത് കളിക്കുന്നവർക്ക് എന്നെടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കിട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അതെ, ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസു കിട്ടട്ടെ. വാസു ഇയാളെ ചെടേർന്ന് പിടിച്ചു കിട്ടിയത് എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എടാ എന്തോന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ പട്ടികളെ പോയിടാ പോയിട. ഞാനിക്കൊക്കെ തന്ന ചോറ് വേറെ വല്ലത് പോകാനാണ് പറഞ്ഞത്. എന്തോന്നാണോ നോക്കുന്നത്? ചായ വേണമെങ്കിൽ ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അർപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല. എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. ഇനി ഒരിക്കലാവട്ടെ.